ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാടൻ മുളകൂശ്യം എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിനായി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പൊട്ടറ്റോ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തത്, പച്ചപ്പയർ തൊലി കളഞ്ഞെടുത്തത്, അതിനാവശ്യമുള്ള കറിവേപ്പില, കടുക്, ഒരു അര തേങ്ങ ചിരവിയെടുത്തത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും വെള്ളവും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു കുക്കറിൽ നമ്മുടെ പൊട്ടറ്റോയും പയറും കൂടെ ഇട്ട് നന്നായിട്ട് വേവിച്ച് എടുക്കേണ്ടതായിട്ടുണ്ട്. ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മുളക് പൊടിയും 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. അതിനാവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യമുള്ള വെള്ളവും കൂടെ ചേർത്തതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ നമുക്കിതൊരു 2 വിസിൽ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് തേങ്ങ നന്നായിട്ട് അരച്ചെടുക്കണം. അതിൻ്റെ കൂടെ അല്പം ജീരകം കൂടെ ചേർത്ത് കൊടുക്കുക, 1 ടീസ്പൂൺ. നല്ല പേസ്റ്റാക്കി എടുക്കുക. അപ്പോൾ ഏകദേശം നല്ല പേസ്റ്റായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്നവരെ നന്നായിട്ട് അരച്ചെടുക്കുക. നമുക്കിതിനൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ശകലം വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ മതിയാവും. അത് ആ മുളകിൻ്റെ കുത്തൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ കൂടെ നമ്മൾ അരച്ച് വെച്ചിരുന്ന തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടതിനെ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരല്പം നേരം ഒന്ന് ബോയിൽ ചെയ്യാൻ വിടണം. ഏകദേശം ഒന്ന് ബോയിലായിട്ടുണ്ട്. അപ്പോൾ അടുത്തതായി നമുക്ക് കടുകും കറിവേപ്പിലും കൂടെ നന്നായിട്ട് വറുത്ത് ആ ഗ്രേവിയിലേക്ക് നമുക്ക് ഇടണം. അപ്പോൾ അതിനായി ആദ്യം തന്നെ കടുക് നന്നായിട്ട് പൊട്ടിച്ച്, ഇപ്പോൾ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അത് നമ്മുടെ ഗ്രേവിയിലേക്ക് ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ മുളകൂശ്യം ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ പാലക്കാടൻ മുളകൂശ്യം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന റെസിപ്പിയാണ്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഗ്രേവിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ മറ്റൊരു റെസിപ്പിയായിട്ട് വരുന്നവരെ എല്ലാവർക്കും നല്ല ദിവസം നേരുന്നു. ഗുഡ് ബൈ.